ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ പ്രകാശനും കല്യാണിയും കൂടി ദീപേനെ കാണാൻ അകത്തേക്ക് പോകുമ്പോൾ ദീപ പറയുന്നുണ്ട്, പ്രകാശ് ഏട്ടാ എന്റെ മോളോട് ഇനി ഒരു നീരസം പോലും തോന്നല്ലേ എന്ന് പറയുമ്പോഴേക്കും, എന്താണ് ദീപ നീ പറയണത്? നിന്റെ മോളോ എന്റെ മോളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മുടെ മോളല്ലേ, ഞാനിങ്ങനെ ചേർത്ത് പിടിക്കും. മോള് വിഷമിക്കണ്ട കേട്ടോ, അമ്മയില്ലെങ്കിലും മോളെ സ്നേഹിക്കാൻ ഇനി മുതൽ അച്ഛനുണ്ടല്ലോ. അങ്ങനെ പറയല്ലേ, എനിക്ക് അമ്മയും വേണം അച്ഛനും വേണം എന്ന് കല്യാണി പറയുമ്പോ പ്രകാശം പണ്ട്, എന്താ ദീപ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിനക്കൊന്നും സംഭവിക്കില്ലടേ, ഇതിനേക്കാളും വലിയ കുത്തല്ലേ ആ ഗംഗപ്രസാദ് എനിക്ക് കുത്തിയത്. എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടില്ല, ഇത്ര അസുഖങ്ങളും ഇത്ര ആരോഗ്യവും എല്ലാം തകരാറിലായ ഞാൻ രക്ഷപ്പെട്ടില്ലേ, നീ രക്ഷപ്പെടൂടി ദീപ എന്ന് പറയുമ്പോഴേക്കും, പ്രകാശേട്ടാ എനിക്ക് രക്ഷപ്പെടണമെന്നൊന്നും ഇല്ല പ്രകാശേട്ടാ, ഞാൻ മരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ മരിക്കണത്. കാരണം പ്രകാശേട്ട മോളെ സ്നേഹിക്കുന്ന ഒരു കാലം വന്നു, അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ, എല്ലാവരുടെയും സ്നേഹം അനുഭവിക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഈ 2-3 വർഷത്തെ ഞാൻ ശരിക്കും സന്തോഷം തന്നെയാണ് അനുഭവിച്ച പ്രകാശേട്ട. ഇപ്പൊ ഇരട്ടി സന്തോഷം അനുഭവിച്ചു പ്രകാശേട്ടനും കൂടി ഉണ്ടല്ലോ. ആകെ ഒരു വിഷമം, വിക്രം അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഓർത്തിട്ടാണ്. എടി അതൊന്നോർത്ത് നീ വിഷമിക്കണടി പ്രകാശേട്ട, അവൻ എന്തൊക്കെ പറഞ്ഞാലും അവൻ നമ്മുടെ മോൻ തന്നെയല്ലേ, ആ ഒരു വിഷമം എന്റെ ഉള്ളിലുണ്ട് എന്ന് പറയാണ്. എന്തായാലും എനിക്കൊരു ആഗ്രഹമുള്ളൂ പ്രകാശേട്ട, അടുത്ത ജന്മത്തിൽ മാത്രമല്ല ഇനിയുള്ള ജന്മത്തിലല്ല, എനിക്ക് കല്യാണി പോലത്തെ ഒരു മോളെ വേണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് നമ്മുടെ ദീപ പറയാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ദീപക്കിന് ഇങ്ങനെ ഭയങ്കര ബിപിയും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറൊക്കെ ഇങ്ങനെ കൂടുന്ന പോലെ തോന്നുവാണ്. അപ്പോൾ ഗ്രാഫൊക്കെ ഇങ്ങനെ കാണിച്ചു, ഗ്രാഫൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയി താഴത്തേക്ക് പോയി അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോഴേക്കും ഡോക്ടർ എന്ന് പറഞ്ഞ് പ്രകാശം വിളിക്കേണ്ട ഡോക്ടർ അവിടെ വരുന്നുണ്ട്. അയ്യോ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പറഞ്ഞിട്ട് കല്യാണിനെയും അതുപോലെ തന്നെ പ്രകാശിനെ പുറത്തേക്ക് ഇറക്കാണ്. കല്യാണി എന്താ അമ്മ പെട്ടെന്ന് അങ്ങനെ ആയത്? ഒന്നുമില്ല മോളെ, അവള് സംസാരിച്ചല്ലോ, പിന്നെ അവൾക്ക് കുഴപ്പമൊന്നും ഇല്ല, അത് അങ്ങനെയൊക്കെ തന്നെയാണ്, മോള് പേടിക്കേണ്ട, അതുകൊണ്ട് പുറത്തേക്ക് വരാണ്. എന്തായും ചോദിക്കുമ്പോ, അത് സംസാരിച്ചുകൊണ്ടിരിക്കാത്ത പെട്ടെന്ന് ദീപക്ക് ശ്വാസമുട്ടൽ പോലെ തോന്നി. ഡോക്ടറൊക്കെ ഒന്ന് പരിശോധിക്കണം. ഒന്നുമില്ലടാ, അത് ഒന്നുമില്ല മോനെ, ഒന്നും പേടിക്കണ്ട. ബൈജു, കിരണ, നിങ്ങൾ പേടിക്കണ്ട, കല്യാണി മോളെ പേടിക്കണ്ട, അവക്ക് കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെയാണേ, നമ്മളിങ്ങനെ കിടക്കുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ ശ്വാസമുട്ടലൊക്കെ വരുമല്ലോ, അതാ, വേറൊന്നുമല്ല എന്നൊക്കെ പ്രകാശ് തന്നെത്താനെ സമാധാനിപ്പിച്ചിട്ട് മുന്നിൽ പോയിട്ട് ഇങ്ങനെ ആകെ തലയൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ തലയൊക്കെ പിടിച്ചിങ്ങനെ വലിക്കുവായിട്ട് പ്രകാശിന്റെ തന്നെ. ആ സമയത്ത് ഡോക്ടർമാർ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. കിരണും കല്യാണിയൊക്കെ ഡോക്ടറിന്റെ അടുത്തേക്ക് പോവാണ്. പ്രകാശിന്റെ കാര്യം മനസ്സിലായി, ദീപ മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സ് വന്നതെന്ന്. പ്രകാശൻ അവിടെ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് ചോദിക്കേണ്ടി, കിരണം കല്യാണി എന്തായി ഡോക്ടർ, ഇപ്പൊ എങ്ങനെയുണ്ട്, അമ്മക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ചോദിക്കുമ്പോ ഡോക്ടർ പറയുന്നുണ്ട്, കിരണെ ക്ഷമിക്കണം, സോറി, ദീപ പോയി എന്ന് പറയാണ്. എന്നിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും കല്യാണി പൊട്ടിക്കരയാട്ടോ. കല്യാണി ഇങ്ങനെ തലകറക്കമൊക്കെ വരുന്നത്, കല്യാണി അപ്പൊ തന്നെ മയങ്ങി അങ്ങോട്ട് വീഴാണ്. ബൈജു ഒന്ന് പിടിച്ചെന്ന് പറഞ്ഞിട്ട് പ്രകാശനും വരുന്നുണ്ട്. അയ്യോ മോളെ എന്നൊക്കെ പറയുമ്പോഴേക്കും കല്യാണിയുടെ ബെഞ്ചിൽ കിടത്താണ്. ശേഷം വെള്ളമൊക്കെ മുഖത്തൊക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോഴേക്കും ഓക്കെ ആവുന്നുണ്ട്. കല്യാണിക്ക് അത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ കിരണേട്ടാ? അപ്പൊ താൻ കേട്ടില്ലേ ഡോക്ടർ പറഞ്ഞത്? ഇല്ല, അത് ഒരു സ്വപ്നമാണെന്ന പോലെ എനിക്ക് തോന്നുന്നത്. അമ്മക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ ഉള്ളില് കുഴപ്പമൊന്നുമില്ലാതെ കിടക്കുന്നുണ്ട്. എടോ, അമ്മ പോയിടോ, നമ്മളെയൊക്കെ വിട്ട് അമ്മ പോയി. അതെങ്ങനെ ശരിയാവും? നമ്മളെ വിട്ടുപോകാനൊന്നും അമ്മക്ക് സാധിക്കില്ല. അമ്മ ഇന്നലെയും കൂടി പറഞ്ഞോളൂ, അച്ഛൻ പുതിയ സാരി മേടിച്ചപ്പോഴേ ആ സാരി എടുത്ത് കാർത്തികശ്ശേരി നിശ്ചയത്തിന് നിൽക്കണോന്ന്, കല്യാണത്തിനും അച്ഛൻ തന്നെ സാരി മേടിച്ചിരുന്നൊക്കെ അമ്മ സന്തോഷത്തോടെയാ പറഞ്ഞത്. അമ്മക്ക് അങ്ങനെ അച്ഛനെ ഞങ്ങളൊന്നും വിട്ട് പോകാൻ പറ്റില്ല കിരണേട്ടാ എന്ന് പറയുമ്പോ കല്യാണിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് കിരണ. അപ്പൊ കല്യാണിയും കരയുന്നുണ്ട് കേട്ടോ. പ്രകാശനും ആകെ വിഷമത്തിലാണ്. പ്രകാശൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈശ്വര, ഇന്നലെ അവർക്ക് സാരി മേടിച്ചെടുത്തു. ആ സമയത്ത് ദീപ പറയും കൂടി ചെയ്തു, ഈ സാരി എടുക്കും, ഈ സാരി എനിക്ക് അത്ര പ്രിയപ്പെട്ട സാരിയാണ്, എനിക്ക് ആദ്യമായിട്ടാണ് പ്രകാശിന്റെ സ്നേഹത്തോട് സാരി മേടിക്കണത്, എന്റെ ഫേവറേറ്റ് സാരി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് ആ സാരിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ പ്രകാശിനെ ആലോചിക്കാൻ കേട്ടോ. ഈശ്വരൻ ഞാൻ അവൾക്ക് വാങ്ങിച്ചെടുത്തത് അവളുടെ മരണത്തിന് കൊടുക്കാനുള്ള സാരി ആയിരുന്നോ, അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കണം. എന്റെ ഭഗവതി, ഞാൻ പറഞ്ഞതല്ലേ, എന്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോ, എന്തിനാ പാവം ദീപ എടുത്തത്? അവളൊരു പാവമായിരുന്നില്ല, ഇങ്ങനെ പാവങ്ങളുടെ ജീവൻ എടുത്തു, എന്തിനാ ദുഷ്ടന്മാരെ പന പോലെ വളർത്തണത്? അപ്പൊ എല്ലാരും പറഞ്ഞാൽ ശരി തന്നെയാണല്ലേ, ദുഷ്ടന്മാർ പന പോലെ അങ്ങോട്ട് വളയും, ജീവിക്കും, പാവങ്ങളാണ് പെട്ടെന്ന് ദൈവങ്ങൾ എടുക്കുന്നത്, സത്യമാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിനെ നെഞ്ചു പൊട്ടി ഇങ്ങനെ കരയാട്ടോ. അങ്ങനെ കാദംബരി എടുത്ത് ഈ രതീഷിനോട് കിരൺ പറയുന്നുണ്ട്, ഇങ്ങനെ രതീഷിയുടെ കാദംബരിച്ചിനെ കൊണ്ട് വീട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോ ഫോണിലൂടെ ഇങ്ങനെ പറയാട്ടോ. അപ്പൊ രതീഷ് ചോദിക്കണ്ട, എന്താ കിരൺ സാർ എന്താ പ്രശ്നം ചോദിക്കുമ്പോ, അത് കാദംബരിച്ചിട്ട് പറയണ്ട, പിന്നെ പെട്ടെന്ന് മുഖത്ത് ടെൻഷനൊന്നും ആവണ്ട കേട്ടോ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടെ, അമ്മ പോയി. അമ്മ പോയിന്നോ? കിരൺ സാർ എന്തൊക്കെയാ പറഞ്ഞത്? സത്യോ പറഞ്ഞത്, അമ്മ പോയി. കാദംബരിച്ചത് പറയല്ലേ, കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം, അമ്മക്ക് സുഖമില്ല, കുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ മതി. ശരി, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ ലക്ഷ്മി അമ്മയടുത്തും കാർത്തികടുത്തൊക്കെ അങ്ങനെ തന്നെയാണ്ട് പറയണം.
ആരോടും ഇങ്ങനെ മരിച്ചു പോയെന്നൊന്നും പറയുന്നില്ല. ഇങ്ങനെ കുത്തുകൊണ്ട് സീരിയസ് ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലാണ്, ഇപ്പൊ വീട്ടിലേക്ക് വരുന്നപ്പോ എല്ലാരും കാണണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് കിരണും ബൈജു ഒക്കെ എല്ലാരെയും വിളിച്ചു പറഞ്ഞത്. പക്ഷെ ചന്ദ്രസേനയുടെ രൂപപ്പെട്ടൊക്കെ സത്യങ്ങളൊക്കെ അറിയാം കേട്ടോ. ഷാരി സരിയും അവർക്കൊക്കെ സത്യങ്ങൾ അറിയാം. അങ്ങനെ അവരെല്ലാരും ഇങ്ങനെ കാത്തിരിക്കണം ദീപ വരാനായിട്ട്. പെട്ടെന്ന് അവര് നോക്കുമ്പോഴേക്കും വീടിന്റെ ഗേറ്റ് തുറന്നു വരുന്നത് ആംബുലൻസ് ആണ്. അത് കാണുമ്പോ കാദംബരിക്ക് ഷോക്ക് ആവണം. ആംബുലൻസിലോ? ചിലപ്പോ അമ്മേനെ ആംബുലൻസിൽ കൊണ്ടുവന്നിട്ടായിരിക്കും. വയ്യാതിരിക്കല്ലേ, അങ്ങനെ വണ്ടിയിലല്ലേ കിടത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതായിരിക്കും കിരണിന്റെയും കല്യാണ വണ്ടി എന്നല്ലോ കാറാണല്ലോ, അതായിരിക്കും എന്നൊക്കെ സമാധാനത്തോടെ ഇരിക്കുമ്പോ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പുറകെ ഇങ്ങനെ ഇറങ്ങി കല്യാണി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങാണ്. ആരുടെ ഡെഡ് ബോഡി ഇങ്ങനെ ഇറക്കണത് കാദംബരി കാണുന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായി. അപ്പൊ തന്നെ ഒച്ചയും ബഹളം എടുത്തിട്ട് കരയാൻ പോകുമ്പോഴേക്കും രതീഷിനെ പിടിക്കുന്നുണ്ട്. പിടിച്ചിട്ട് കാദംബരി അമ്മ പോയടി എന്ന് പറയാണ്. അയ്യോ എന്റെ അമ്മ എന്നിട്ട് അവര് കരയാണ്. അപ്പോഴാണ് ലക്ഷ്മിയമ്മയും കാർത്തികയൊക്കെ അറിയണം. അവരും ആകെ പൊട്ടിക്കരഞ്ഞ് വേഗം ആംബുലൻസിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ദീപ അങ്ങനെ ചലനമില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത്. പക്ഷെ പ്രകാശം പിന്നീട് കരയുന്നില്ല. പ്രകാശിന്റെ മനസ്സിൽ പക മാത്രമേ ഉള്ളൂ, ദേഷ്യമാണ്. താനിപ്പോ കരഞ്ഞു കഴിഞ്ഞാൽ തന്റെ മനസ്സിലെ പക പോകും എന്നൊരു വിചാരത്തിൽ പ്രകാശൻ ഇങ്ങനെ കരയാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കാട്ടോ. അങ്ങനെ ദീപേനെ മുമ്പിലേക്ക് ഇങ്ങനെ കിടത്തുന്നുണ്ട് ചന്ദ്രസേൻ. പ്രകാശൻ ഇങ്ങനെ തന്നെ നിൽക്കണം കാണുമ്പോൾ ചന്ദ്രസേന പ്രകാശൻ ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ട. പ്രകാശ എന്ന് പറയുമ്പോഴേക്കും പ്രകാശിന് ഒന്നും മിണ്ടുന്നില്ല. കണ്ണിന് ഇങ്ങനെ ഇങ്ങനെ കണ്ണീരി വന്നോണ്ടിരിക്കുകയാണ്. ചന്ദ്രസേനോട് പറയുന്നുണ്ട്, എന്തായാലും അവൻ ഗംഗപ്രസാദ് അവളും സ്റ്റെഫി എന്ന് പറഞ്ഞ അവളും അവർ രണ്ടുപേരും ഞാൻ വെറുതെ വിടില്ല. ഇവൾക്ക് ഞാൻ മരിച്ചെടുക്കുന്ന ദീപക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന വാക്കാണ്. അവളുടെ മനസ്സമാധാനം കാണുന്നത് ഗംഗപ്രസാദാണ്. അവൻ വന്നേ പിന്നെ അവൾക്ക് സമാധാനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഗംഗപ്രസാദും ആ സ്റ്റെഫി ഇല്ലാതാവണം. അതിലൊരാളില്ലാതാക്കിയിട്ടേ ചന്ദ്രസേന സാറേ ഞാനിനി വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ പകരം വീട്ടാൻ പോകുന്ന പോക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര സംഭവം, ഭയങ്കര സൂപ്പറാണ്. അതാണ് നമ്മള് 1057 എപ്പിസോഡില് 1027 എപ്പിസോഡിൽ നമ്മുടെ ഗംഗപ്രസാദും അതുപോലെ തന്നെ കാർത്തികേയും ഇങ്ങനെ മൗനരാഗം ഇത്ര എപ്പിസോഡായെന്നൊക്കെ പറഞ്ഞതിൽ പറയുന്നുണ്ടല്ലോ. ഇനി ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഗംഗപ്രസാദിന്റെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയാൻ വേണ്ടി വരുമ്പോഴേക്കും അതൊന്നും ഇപ്പൊ പറയേണ്ടെന്ന് ഇങ്ങനെ ഗംഗപ്രസാദ് ഇങ്ങനെ പറഞ്ഞല്ലോ. അവരുടെ ഈ ലൈവിലും കാര്യങ്ങളൊക്കെ പറയുന്നത്, അവരുടെ ലൈവ് കണ്ടവർക്ക് അറിയാം. അപ്പോ ഗംഗപ്രസാദിനെ എന്തോ പകരം വീട്ടാൻ വേണ്ടി ആരോ വരുന്നുണ്ട്. അത് പ്രകാശം തന്നെ ആയിരിക്കും. അപ്പൊ വേണ്ട അതൊന്നും പറയല്ല, സസ്പെൻസ് ആണ്. അത് കാണുമ്പോൾ തന്നെ TV കാണുമ്പോൾ അറിഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഗംഗപ്രസാദിന് 8ന്റെ പണി തന്നെ കിട്ടുന്നുണ്ട്. അയാൾ പുറകെ വന്നിട്ടാണല്ലോ കുത്തുന്നത്. അതുപോലെ തന്നെ അയാളുടെ എല്ലാമായ ഒരാളെ ഇല്ലാതാക്കിയ വിഷമം എന്തായിരിക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ തന്നെ പ്രകാശം മിക്കവാറും ആദ്യം ആ സ്റ്റെഫി എന്ന് പറഞ്ഞവളെ ഇല്ലാതാക്കും. അവളെ ഇല്ലാതാക്കാൻ സുഖമാണല്ലോ. മാത്രല്ല ഈ അടുത്ത് മരിക്കാൻ പോണത് സ്റ്റെഫി തന്നെയാണ്. കാരണം സ്റ്റെഫിക്ക് ഇത്തിരി ഭാവിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ 2 ദിവസമായിട്ട് കൂടുതലാണ്. അതുകൊണ്ട് സ്റ്റെഫി തന്നെയായിരിക്കും മിക്കവാറും ആദ്യം ഇല്ലാതാവുന്നത്. പിന്നീടായിരിക്കും നമ്മുടെ മിക്കവാറും ഗംഗപ്രസാദ് ഇല്ലാതാവുന്നത്. ഗംഗപ്രസാദിനെ കൊന്നിട്ട് ലക്ഷ്മിയമ്മക്കും പ്രകാശിനും ജയിലിൽ പോകാനും വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരാം. ടേക്ക് കെയർ, ബൈ ബൈ.